എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരോജം ഹോം ഗാർഡൻ എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഫ്ലവർ ഹൗസ് 1, 2, 3, 4, 5 എന്നീ 5 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ 5 വീഡിയോകളും വളരെ വിജയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലവർ ഹൗസ് സീസൺ 2 എന്ന് പേരിട്ടുകൊണ്ട് 5 വീഡിയോകൾ കൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. അതിലെ ഒന്നാമത്തെ വീഡിയോയാണ് ഈ കാണുന്നത്. ഞാൻ നിരവധി പേർക്ക് പ്ലാന്റ്സുകൾ കൊറിയർ ചെയ്ത് തരുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത് എത്രത്തോളം മനോഹരമാക്കി വെച്ചിട്ടുണ്ട്, എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള 5 ഗാർഡൻ്റെ വീഡിയോകൾ ഫ്ലവർ ഹൗസ് എന്ന് പേരിട്ടുകൊണ്ട് അപ്ലോഡ് ചെയ്യും എന്നായിരുന്നു പറഞ്ഞത്. ഫസ്റ്റ് സീസണിൽ മനോഹരമായി ചെയ്തിട്ടുള്ള 5 ഗാർഡൻ്റെ വീഡിയോകളായിരുന്നു അപ്ലോഡ് ചെയ്തത്. നിങ്ങളോട് കമൻറ്റിലൂടെ ഏറ്റവും മനോഹരമായി ചെയ്തിട്ടുള്ള ഗാർഡനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ നൽകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് 5ാമത്തെ വീഡിയോയായ തോമസ് സാറിൻ്റെ ഗാർഡനായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത്. 5 അഡീനിയം പ്ലാന്റ്സുകൾ അയച്ചു കൊടുത്തിരുന്നു. സീസൺ 2വിലും നിങ്ങൾ ഒരു ഗാർഡനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. 1ാമത്തെ ഗാർഡനാണ് കാണുന്നത്. അപ്പോൾ 5 വീഡിയോകൾ ചെയ്തതിന് ശേഷം 5ാമത്തെ വീഡിയോയിലാണ് നിങ്ങൾ ഏത് ഗാർഡനാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് അറിയിക്കേണ്ടത്. 5 അഡീനിയം പ്ലാന്റ്സുകൾ തന്നെയാണ് ഇപ്രാവശ്യവും ഗിഫ്റ്റായിട്ട് നൽകുന്നത്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഈ വീഡിയോയുടേതായിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഏത് ഗാർഡനാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് 5ാമത്തെ വീഡിയോയിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇത് സീസൺ 2വിലെ 1ാമത്തെ ഗാർഡനാണ്. പലരും പല ഐഡിയാസിലാണ് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നല്ലപോലെ ഫ്ലവർ പിടിക്കാൻ പലരും പിന്തുടർന്ന് പോരുന്ന പല രീതികളും ഫെർട്ടിലൈസറും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും അതൊക്കെ പരിചയപ്പെടാം എന്നുള്ള ഒരു തോന്നലിലും ഒക്കെയാണ് ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ആരംഭിച്ചതിന് ശേഷം ഒരു വീഡിയോയിൽ പോലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. എന്നാൽ ഈ വീഡിയോയിൽ ഇത് ആദ്യമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ സ്നേഹം നിങ്ങൾക്ക് നൽകുകയാണ്. ഇനി സീസൺ 2വിലെ 1ാമത്തെ വീഡിയോ ആയിട്ടുള്ള ഈ വീഡിയോയിലെ ഗാർഡനെ കുറിച്ച് പറയാം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ പയ്യനാട് എന്ന സ്ഥലത്തുള്ള എൻ്റെ ഫ്രണ്ടും ഈ ചാനലിലെ സബ്സ്ക്രൈബറുമായിട്ടുള്ള അജീഷിൻ്റെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. അജീഷിനെ വളരെ സ്നേഹത്തോടെ ഈ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അജീഷ്, സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പറയൂ, ഒന്ന് പരിചയപ്പെടുത്തും എല്ലാവർക്കും വേണ്ടി. ഞാൻ അജീഷ്, മഞ്ചേരി പയ്യനാട് ചോലക്കലാണ് സ്വദേശം. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ പാഷൻ്റെ പിന്നാലെ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ചെടികളുണ്ട്. ഇലച്ചെടികളോടാണ് കൂടുതൽ താല്പര്യം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബൊഗൈൻവില്ലയും ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് സെയിലുണ്ടോ ഇവിടെ? ശരിക്കും സെയിലില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പാഷൻ്റെ പിന്നാലെയാണ്. സെയിലിനായിട്ടുള്ളൊരു ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും ബോഗൻവില്ലയാണോ കളക്ട് ചെയ്യുന്നത്? ബൊഗൈൻവില്ല ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ ഏരിയ അനുസരിച്ചിട്ടുള്ള എന്താ പറയുക പൂന്തോട്ടം ആണ് എപ്പോഴും എൻ്റെ ഒരു കൺസെപ്റ്റ്. വെയിലുള്ള സ്ഥലത്ത് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ, തണലുള്ള സ്ഥലത്ത് തണൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ. ഈ അഗ്ലോണിമാസ് ഒക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് കളക്ട് ചെയ്യാൻ. അഗ്ലോണിമ എല്ലാം ഏകദേശം എനിക്ക് തോന്നുന്നു 10-12 വർഷങ്ങളായിട്ട് അഗ്ലോണിമ കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട്, അതായത് ഗാർഡനിലോട്ട് വളരെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിയത് തന്നെ ഒരു അഗ്ലോണിമയുടെ ചോട് പിടിച്ചിട്ടാണെന്ന് പറയാം. അതല്ലേ, അത് ശരി. അപ്പോൾ ഇത്ര അധികം പ്ലാന്റ്സുകൾ കാണുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാറില്ലേ, ഈ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് അങ്ങനെ? അല്ല, നമുക്കറിയാം, ഒരാൾ ചോദിക്കുമ്പോൾ അയാൾ ഇഷ്ടം കൊണ്ട് ചോദിക്കുകയാണോ, അത് കണ്ടു കഴിഞ്ഞാൽ ആ പെട്ടെന്നുള്ള ഇഷ്ടം കൊണ്ട് ചോദിക്കുകയാണോ എന്നുള്ളത് നോക്കും. നമുക്കറിയാലോ, നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ ആരൊക്കെ ചെടി കൊണ്ടുപോയാൽ നല്ല രീതിയിൽ നോക്കും. ആ ഒരു ഇതിൽ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നവർക്ക് എന്തായാലും നമ്മൾ കൊടുത്തിരിക്കും. ഇവിടെ സ്ഥിരമായി പ്ലാന്റുകൾ കൊണ്ടുപോകുന്നവരും അതൊന്നും നല്ല രീതിയിൽ നോക്കാത്തവരുണ്ട്. അത് നമുക്ക് ഈ പ്ലാന്റ് കാണുന്ന സമയത്ത് ഏതൊരാൾക്കൊരു ഇഷ്ടം തോന്നും, അതിന്റെ പേരിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ പറയുക, ഉള്ള പ്ലാന്റ് ആണെച്ചെങ്കിൽ കൊടുക്കുന്നതിൽ സന്തോഷമുള്ളൂ അല്ലേ? അങ്ങനെ കൊടുക്കും. അതേസമയം ക്യാഷിന് അങ്ങനെ സെയിലായിട്ട് കൊടുക്കുന്നില്ല. ഇല്ല അല്ലേ? ഇഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നമ്മളടുത്ത് കൊടുക്കാൻ തൈകളുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ വളരെ സന്തോഷം. പിന്നെ പ്രൂണിങ് സമയത്തൊക്കെ ധാരാളം കമ്പുകളായാലും തൈകളായാലും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ നമ്മൾ കൊടുക്കും.
പിന്നെ ചോദിക്കുന്നവരെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒരു തൈ ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ ചോദിച്ച ആളെ നമുക്കറിയാലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രൂണിങ്ങിൻ്റെ സമയത്ത് വിളിച്ച് പറയും തൈകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ സെയിലായിട്ട് ചെയ്യുന്നില്ല അല്ലേ? അങ്ങനെ കൊടുക്കാൻ അങ്ങനെ തോന്നുന്നില്ല എന്നും കൂടെ പറയാല്ലേ പ്ലാന്റ്സ്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ അഗ്ലോണിമൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ പോലും നമ്മൾ ആ ബുഷിയായി നിൽക്കുന്നത് കാണാനാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം കൂടുതൽ. അത് ശരി. അതൊക്കെ ബിഗ്രോയി പ്ലാന്റ് അതുപോലെയുള്ള ആംഗ്ലോണിമാസൊക്കെ നല്ല ബുഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ അധികം ബോക്സറൊക്കെ ഞാൻ ആദ്യമായി കളക്ട് ചെയ്ത വെറൈറ്റീസിൽ പെട്ട ഇതാണ്. എപ്പോഴും ഇങ്ങനെ ബുഷിയായി നിൽക്കുന്നതാണ് അഗ്ലോണിമയ്ക്ക് ഒരു ഭംഗി. അതൊന്നും സെപ്പറേറ്റ് ചെയ്യാറില്ല. പക്ഷെ നമ്മളൊരു 3-4 വർഷം കൂടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ വലിയൊരു പ്ലാന്റ് ഉണ്ട് അല്ലേ, ബോക്സറിൽ. ഇത് കുറേ വർഷമായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് പ്ലാന്റ് ആണത്. ഈ ഗാർഡനിൽ ഈ ഗോൾഡൻ കാസ്കേഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നല്ല ഭംഗിയായിട്ട് ഒരുപാട് കൊലകൊലയായിട്ട് തൂങ്ങി കിടക്കുന്നുണ്ടല്ലോ. ഇത് കുറേ വർഷമായിട്ട് മുൻപ് വർഷമായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഗോൾഡൻ കാസ്കേഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റ് വള്ളിച്ചെടികളുടെ പോലെ നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാലും വളരെ എന്താ പറയുക കാട് പിടിച്ച് വളരില്ല, ഒരു ഒതുങ്ങിയ വളരുകയുള്ളൂ. പിന്നെ നമ്മൾ ഒരുവിധം ചെടികളെല്ലാം വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് പൂക്കുന്നത്. പക്ഷെ തണലത്തും നല്ല രീതിയിൽ പൂ തരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ. അതല്ലേ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും അല്ലേ? ഇത് യെല്ലോ അങ്ങനെ പിന്നെ ഗ്രീനിഷ് ആയിട്ട് അങ്ങനെ ലീഫായിട്ട് പോവാണോ? ശരിക്കും ഈ ഒരു ഫ്ലവറിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കും, ഈ യെല്ലോ കളർ അതിന്റെ പൂവിന്റെ ബ്രാക്കറ്റ് ആണ്. അതിന്റെ ഉള്ളിൽ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ കാണുന്നതാണ് ശരിക്കും പൂവ്. ഈ ഒരു പുറമേ ഉള്ളത് ലീഫ് ആവും. അതിന് ഫ്ലവർ നിൽക്കുന്ന ആ ബ്രാക്കറ്റ് ആണത്. ശരിക്കും ആക്ച്വൽ പൂവ് 1-2 ദിവസം കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. പക്ഷെ ഈ ഒരു ബ്രാക്കറ്റ് ഇതും ഒരു 4 മാസം 5 മാസം നിൽക്കുന്നുണ്ട്. ആ ഫ്ലവർ ഒന്നുകൂടെ അതാണ് അതിന്റെ ഫ്ലവർ കാണുന്നതാണ് ഇതിന്റെ ഫ്ലവർ. ഇതൊരു 2-3 ദിവസം കൊണ്ട് കൊഴിഞ്ഞു. അത് ശരി. പക്ഷേ ഒരുപാട് ഫ്ലവർ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇതൊക്കെ 6 മാസം മുന്നേ വിരിഞ്ഞതായിരിക്കും. ഇത് 1 മീറ്റർ കൂടുതൽ 1.5-2 മീറ്റർ ഒക്കെ ഉണ്ടല്ലോ ചിലതൊക്കെ. ബോഗൻവില്ലയുടെ ഫെർട്ടിലൈസർ എന്ന് പറയണം. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സീസണിലായിട്ടാണ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത്. നമ്മൾ ഓഫ് സീസണിൽ, അതായത് ജൂണിന് ശേഷം നല്ല മഴയ്ക്ക് ശേഷം നമ്മൾ നൈട്രജൻ കണ്ടന്റ് ഉള്ള, അതായത് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടം അങ്ങനെ ഉള്ള ജൈവവളങ്ങൾ ഇട്ടിട്ട് മണ്ണൊന്ന് ഒരുക്കി ചെയ്യുന്നുണ്ട്. അതായത് നല്ല മഴയ്ക്ക് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, പിന്നെ ചാണകപ്പൊടി, ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചെടിയുടെ വളർച്ചയൊന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൂണിങ് ചെയ്യും. പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെടി എങ്ങനെയാണോ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാവും, അതിനനുസരിച്ചിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു നവംബർ ആകുമ്പോഴേക്കും ചെറുതായിട്ട് ഒന്ന് പ്രൂണിങ് ചെയ്തതിന് ശേഷം DAPയും NPKയും 15 ദിവസങ്ങളിൽ ഇടവിട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു പ്ലാന്റ് ഫ്ലവറിങ്ങിന് ഒരുങ്ങി കഴിഞ്ഞു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് നമ്മൾ രാസവളങ്ങൾ കൊടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ നല്ല പോലെ വരും. നല്ല ഫ്ലവർ. അത് 15 ദിവസം ഗ്യാപ്പിൽ ആദ്യം ഡാപ്പ് ഇട്ട് കൊടുക്കുന്നു, 15 ദിവസത്തിന് ശേഷം നമ്മൾ NPK കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ പോട്ടി മിശ്രിതം കൂടെ ഒന്ന് പറയണല്ലോ. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊരു പ്ലാന്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചുവന്ന മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് പിന്നെ മണലുണ്ടെങ്കിൽ മണലും ചേർത്തിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. നീർവാർച്ചയുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാന്ന് മാത്രമേ നമ്മൾ അപ്പം കരുതുന്നുള്ളൂ. ആ പ്ലാന്റ് അവിടെ പിടിച്ച് നല്ല രീതിയിൽ വളർന്ന് വന്നതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ അത് ചെറിയ പോട്ടിലാണ് നമ്മളത് ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചുള്ള ഒരു പോട്ട് തയ്യാറാക്കുകയാണ്. എന്നിട്ട് വലിയ പോട്ടിലേക്ക്, ഇപ്പോൾ ഇവിടെയൊക്കെ അധികം 12-14 ഇഞ്ച് പോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഈ പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മളിതുപോലെ ചുവന്ന മണ്ണ്, പിന്നെ കുറഞ്ഞ അളവിൽ ജൈവ വളങ്ങൾ, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉമി ആഡ് ചെയ്ത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം മുതൽ. അതിൻ്റെ റിസൾട്ട് പറയാനായിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഇതുവരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ ഉമി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പോട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ബാൽക്കണിയിൽ എന്താ വെച്ചാൽ ലോ മെയിൻ്റെനൻസ് പ്ലാന്റുകൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റ് ആണ് സാൻസിവേരിയ സെറ്റ് ഒക്കെ. ഇത് നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണല്ലോ. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ മാസത്തിൽ 2 തവണയൊക്കെ നനയ്ക്കുള്ളൂ ഈ സാൻസിവേരിയ. അത്ര മതി. ഇതിപ്പോൾ ഒരു വെറൈറ്റി ആണെങ്കിൽ അടുത്തൊരു വെറൈറ്റി കാണിക്കാം. അത് ബിഗ് പ്ലാന്റ് ആണ് അല്ലേ? ബിഗ് പ്ലാന്റ് ആണ്. ഇത് ചെറിയ പ്ലാന്റ് ആയിരുന്നു.
ഇതും നേരത്തെ ഫേൺ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ പ്ലാൻ ഗിഫ്റ്റ് കിട്ടിയതാണ്. സിറ്റ് ഔട്ടിൽ തന്നെ നല്ല പ്ലാന്റ്സുകളാണല്ലോ. ചെറിയ സ്റ്റാൻഡ് സെറ്റ് ചെയ്തതാണ്. അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. ലോ മെയിൻ്റെനൻസ് സൺസിവേരിയുടെ എലിഫന്റിയർ ആന്തൂറിയംസ് ആണ്. എലിഫന്റിയർ ആന്തൂറിയത്തിൽ നമ്മൾ ആദ്യം മുതലേ കണ്ടുവരുന്ന വെറൈറ്റിയായ മാഗ്നിഫിക്കം വെറൈറ്റീസ് ആണിത്. നല്ല ഒരു റോയൽ ലുക്ക്, ഗാർഡനിൽ റോയൽ ലുക്ക് തരുന്ന പ്ലാന്റ്സ് ആണ് ഈ. നല്ല ഭംഗിയല്ലേ, നല്ല ഭംഗിയാണ്. ഇതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഗ്നിഫിക്കം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ ഇത് കണ്ടോ, ഇത് ഫോർഗെറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഫോർഗെറ്റിലെ ലീഫിന്റെ പ്രത്യേകത ഇതുണ്ടോ, അത് കട്ടിങ്സ് ഒന്നും ഇല്ലാതെ റൗണ്ട് ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫോർഗെറ്റിയുടെ. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പ്ലാന്റ്, ഇത് ക്രിസ്റ്റാലിന മിനിയേച്ചർ ആണ്. ഇപ്പോൾ ഈ 3 ഏറ്റവും റേറ്റ് കൂടിയിട്ടുള്ള പ്ലാന്റ് ഏതാവും? ഫോർഗെറ്റിക്കാണ്. ഇപ്പോൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഫോർഗെറ്റിക്കാണ്. കാരണം നമുക്ക് മാഗ്നിഫിക്കത്തിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 300 മുതൽ 500 രൂപയുടെ ഉള്ളിലൊക്കെ കിട്ടുന്നുണ്ട്. മിനിയേച്ചർ 250 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പ്ലാന്റുകൾ, ചെറിയ തൈകളാണ് പറയുന്നത്. പക്ഷെ ഫോർഗെറ്റിക്ക് എപ്പോഴും ഒരു 750 അല്ലെങ്കിൽ ഒരു 1500 ഏത് സമയത്ത് റേറ്റ് ഉണ്ട് അല്ലേ? റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു എലിഫന്റ് ആന്തൂര്യത്തിൽ കുറേ പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട്. അതിങ്ങനെ കളക്ട് ചെയ്ത ഡൊറിയാക്കി എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റിയാണിത്. റൗണ്ട് പോലെ ആണ് ഇതിന്റെ ലീഫ് വരുന്നത്. ഇതേതാ വെറൈറ്റി? ഇത് സിൽവർ ബ്രഷ് എന്നൊക്കെ. എനിക്ക് തന്നെ ഇതിൽ പല പേരും ഭയങ്കര കൺഫ്യൂഷനാണ്. സിൽവർ ബ്രഷ് അങ്ങനെ എന്തോ ഒരു പേരാണ് ഇത് വരുന്നത്. ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടി വരുന്നതാണ്. ഇത് അതിൻ്റെ തന്നെ റൗണ്ട് ഫോം ആണ്. ഇത് ക്രിസ്റ്റാലിനൻ ഡാർക്ക് നാരോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. എൻ്റെ ഈ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എലിഫന്റ് ആന്തൂറിയാണിത്. ഭയങ്കര ഡാർക്ക് കളറിൽ ഈ ഒരു സിൽവർ ഷെയ്ഡിൽ ഡാർക്ക്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇത് ക്ലാരിനേർവിയാണ്. ഒരു പ്യുർ ഹേർഡ് ഷേപ്പാണ് വരുന്നത് ക്ലാരിനേർവിയം. ക്ലാരിനേർവിയത്തിൻ്റെ വേറെ പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ. ഇതും ക്ലാരിനേർവിയാണ്. ഇത് കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്നൊരു പ്യുർ ഫോം ആണ്. നമുക്കിവിടെ ഹൈബ്രിഡ് ഒക്കെയാണ് സാധാരണ എല്ലാം കിട്ടുന്നത്. എത്ര രൂപയ്ക്ക് മേടിച്ചത്? 1200 രൂപയുടെ പ്ലാന്റ് ആണ്. 1200 രൂപയ്ക്ക്. ഒരു എത്ര മാസം മുൻപാണ് മേടിച്ചത്? ഒരു 2 മാസം മുന്നേ 1200 രൂപയ്ക്ക് വാങ്ങിയ പ്ലാന്റ്, ഓൺലൈനായിട്ട് വാങ്ങിയ പ്ലാന്റ് ആണ്. ഇത് പ്യുവർ ആണെന്ന് പറഞ്ഞാൽ തന്നത്. നമുക്ക് ഇതിൽ കുറേ ഇതുണ്ട്, ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോട്ടി മിശ്രിതം ഒന്ന് പറയുമോ? അഗ്ലോണിമയുടെ പോട്ടി മിക്സ് പറഞ്ഞാൽ ഞാൻ ആദ്യകാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് മണ്ണായിരുന്നു. ഇപ്പം നമ്മൾ മണ്ണ് ഒഴിവാക്കി ഉമിയിലാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ അഗ്ലോണിമ പോട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ ഉമിയാണ്. നമുക്കിപ്പോൾ ഉമി വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഒരു ഹാഫ് ബോയിലായിട്ടുള്ള ഉമി നമുക്ക് ചാക്കിൽ വാങ്ങാൻ കിട്ടും. ആ ഉമിയിലേക്ക് ഞങ്ങൾ വെർമി കമ്പോസ്റ്റ് ആണ് ചേർക്കുന്നത്. ഉമിയും വെർമി കമ്പോസ്റ്റും ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നീർവാർച്ച ഉറപ്പാക്കണമെങ്കിൽ കുറച്ച് പെർലൈറ്റും കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നത്. പെർലൈറ്റ് നമ്മൾ വളങ്ങളായിട്ട് ചാണകപ്പൊടിയൊക്കെയാണ് കൂടുതലായിട്ട് ആദ്യം യൂസ് ചെയ്തിരുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് തോന്നിയോ? കംപ്ലൈന്റ് തോന്നും. നമ്മൾ ഈ ചാണകപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ആദ്യത്തെ 2 വർഷങ്ങളിൽ പ്ലാന്റ് ഭയങ്കരമായി വളരുകയും നല്ല ഗ്രോത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ വെച്ചാൽ പ്ലാന്റ് നശിച്ചു പോവുകയാണ് കാണുന്നത്. ചാണകപ്പൊടി മാത്രമല്ല, കോക്കോപിറ്റും കൂടി വില്ലനാണ്. അല്ലാത്ത കോക്കോപിറ്റുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കോക്കോപിറ്റും ചാണകപ്പൊടിയായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ആദ്യത്തെ 2 വർഷം ഒക്കെ ഉണ്ടോ നമുക്ക് പ്ലാന്റ് കാണുമ്പോൾ സന്തോഷം തോന്നും. വളരെ വലിയ സൈസിലേക്ക് പ്ലാന്റ് എത്തുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം പ്ലാന്റ് എല്ലാം ഒരു നശിച്ചു പോവുകയാണ്. അതല്ലേ? ഇപ്പം ഞാൻ ഈ ഒരു പുതിയ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞാലോ, ഉമി, പെർലൈറ്റ്, ഇതിൽ ഫെർട്ടിലൈസർ ആയിട്ട് എന്താ കൊടുക്കുന്നത്? അപ്പോൾ ബാസാകോട്ടാണ് കൊടുക്കുന്നത്. ബാസാകോട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ വളക്കടയിലും കിട്ടുന്ന ഒരു NPK, ഒരു ഹൈ കോൺസെൻട്രേറ്റഡ് റേഷ്യോയിലുള്ള ഒരു NPK കണ്ടന്റാണ്. ചെറിയ ഒരു ഗ്രീൻ ബൗള് പോലെ, നമ്മൾ തെർമോകോൾ ബോൾ പോലെ കിട്ടുന്നതാണ്. അതൊരു 4-5 മണി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 4 മാസത്തേക്ക് പിന്നെ നമ്മൾ വേറൊരു ഫെർട്ടിലൈസേഴ്സും അത് ശരി കൊടുക്കുന്നില്ല. ഇതിപ്പോഴാണോ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്? ഉമിയിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 1.5-2 വർഷമായി. ഇപ്പോൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പ്ലാന്റിനും അഗ്ലോണിമയ്ക്കും പ്രത്യേകിച്ച് രോഗകീടബാധകളൊക്കെ കുറവാണ് അല്ലേ? സുമാത്ര പ്ലാന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്ലാന്റിന്റെ അടിവശമാണ് അതിന്റെ ഒരു ഭംഗി, റെഡിഷ് കളർ. പക്ഷെ പ്ലാന്റ് കാണാൻ നല്ലൊരു സ്ട്രക്ചർ ആണ്, ഭംഗിയുണ്ട്. റേറ്റുള്ള പ്ലാന്റ് തന്നെ ഇപ്പോഴും റേറ്റ് കുറഞ്ഞിട്ടില്ലല്ലോ. അല്ല, സുമാത്രയ്ക്കൊക്കെ എപ്പോഴും ഒരു ഡിമാൻഡ് ഉള്ള പ്ലാന്റുകളാണ്. പല പ്ലാന്റുകളും എന്താണ് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര റേറ്റ് ആണെങ്കിൽ വളരെ താഴത്തോട്ട് വരും. പക്ഷെ സുമാത്ര പോലുള്ള വളരെ കുറച്ച് വെറൈറ്റി എന്നും ആ റേറ്റ്. ഇത് ചെറിയ ഒരു പ്ലാന്റ് മേടിച്ചാലേ? ഇത് ഒറ്റ പ്ലാന്റ് വാങ്ങിയതാണ്. ഇപ്പൊ ഇതിൽ ചെറിയ തൈകളൊക്കെ വന്ന്
തുടങ്ങിയിട്ടുണ്ട്. പോട്ടി മിശ്രിതത്തിന്റെ ഒരു ഗുണം കൂടെയാണ്. ഇതൊക്കെ ഇങ്ങനെ ഉമിയാണ് കാര്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സുമാത്രയുടെ കേസിൽ ഞാൻ ഉമിയിലോട്ട് മാറ്റിയിട്ടില്ല. ഇതിലിപ്പോൾ ഓൾറെഡി മണ്ണ് നഴ്സറിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ പോട്ടി മിക്സ് തന്നെയാണത്. ഞാനിപ്പോൾ ഇത് രാവിലെ ബാസാക്കോട്ട് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാസാക്കോട്ട ചെയ്തിട്ടുണ്ട് അല്ലേ? ബാസാക്കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് തൈകൾ കിട്ടി. പ്ലാന്റ് ഈ ബാസാക്കോട്ട കയ്യിലുണ്ടോ? ചിലർക്ക് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ബാസാക്കോട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ റേഷ്യോ ഉണ്ട് 13:5:18 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാസാക്കോട്ടിൻ്റെ മണികൾ. ഇപ്പോൾ നമ്മളൊരു 10 ഇഞ്ച് പോട്ടിലേക്കൊക്കെ ഇപ്പോൾ ഈ കയ്യിൽ കാണുന്ന എത്രത്തോളം ചെയ്താൽ മതി അല്ലേ? ഒരു 4 മാസത്തേക്കുള്ള വളമാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. 4 മാസത്തേക്ക് വേറെ ഒന്നും ചെയ്യണം? വേറെ ഒന്നും നമ്മൾ ചെയ്യും. ഈ പ്ലാന്റ്സുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ കണ്ടിരുന്നു. സാറിനൊരു ചാനലുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു കൊടുക്കും എല്ലാവരോടും. ചാനലിൻ്റെ പേര് ഗ്രീൻ വൈബ്സ് എന്നാണ്. അഗ്ലോണിമയെ കുറിച്ചിട്ടും നമ്മുടെ ഗാർഡനെ കുറിച്ചിട്ടും കുറേ വീഡിയോസ് അതിലുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് ചെയ്യുന്നില്ലല്ലോ? ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ആരംഭിക്കണം ചെയ്യാൻ നിൽക്കുകയാണ്. അജീഷിൻ്റെ കളക്ഷനിലെ 70% പ്ലാന്റ്സുകൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ഈ വീഡിയോ ഇപ്പോൾ തന്നെ വളരെ ലെങ്ത് ആയിട്ടുണ്ട്. അജീഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അജീഷിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്.